അപ്പോൾ റെനോ ഫ്ലുവൻസ് അധികം റോഡിൽ കാണാൻ സാധിക്കാത്ത ഒരു ജെം ആയിരുന്ന ഒരു വണ്ടി. എൻ്റെ കസിൻ്റെ ടേംസ് പറയാന്നുണ്ടെങ്കിൽ വംശനാശം സംഭവിച്ച വണ്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും കംഫർട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു ഫൺ കിട്ടിയ ആ ഒരു കേസിൽ അല്ലേ. അപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, 1.2 നെക്സൺ പെട്രോൾ പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ പെട്രോളിലോട്ട് പോയി. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണല്ലേ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു അല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ്. എല്ലാവരുടെ ആവശ്യപ്രകാരം നോർമലുള്ള കാസ് ചെയ്യുന്നതിന് പകരം കുറച്ച് റെയർ കാസ് ചെയ്യണമെന്ന് കുറച്ച് നാളുകൊണ്ട് ആളുകൾ കമൻസിൽ ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കുറച്ച് അവൈലബിലിറ്റി കുറവുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ ചുരുക്കം റോഡിൽ കാണാറുള്ള കുറച്ച് ലെജൻഡറി ആയിട്ടുള്ള കാസും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മിസ് ചെയ്യുന്ന കാസും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ഒരു കാറാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ റെനോയുടെ ഫ്ലുവൻസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. റെനോയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുറച്ച് വണ്ടികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ സസ്പെൻഷനൊക്കെ നല്ല പോപ്പുലറായിരുന്നു. നമ്മുടെ റെനോ ഡസ്റ്ററിലൊക്കെ കാണാൻ നിർത്തിപ്പോയി നിർഭാഗ്യവശാൽ. എങ്കിലും പുതിയ ഡസ്റ്ററൊക്കെ വരുന്നു നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാനും ഡസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സെഡാൻ വെർഷൻ അല്ല, കുറച്ചുകൂടി ഒരു പ്രീമിയം റെനോയുടെ കാറാണ് റെനോ ഫ്ലുവൻസ് എന്ന് പറയുന്നത്. പ്രീമിയം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സും കൊണ്ടും ഇതിൻ്റെ പവർ ഫിഗേഴ്സ് കൊണ്ടും ഇതിനെ പ്രീമിയം തന്നെ വിളിക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന 135 VHP പവറും അതുപോലെ 190 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും വരുന്ന നല്ല പവർഫുൾ എഞ്ചിനായിട്ടുള്ള ഈ ഒരു ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഫ്ലുവൻസിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലുവൻസിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ തന്നെ ആ ഒരു പ്രോപ്പർ സെഡാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ഒരു സ്ലീക്ക് ഡിസൈൻ, നല്ല ഒഴുകി കിടക്കുന്ന ആ ഒരു ഡിസൈനും നല്ല വലിയ ബിഗ് സൈസ് കാറാണ് കേട്ടോ. ഇത് കാണുന്ന വീഡിയോയിൽ കാണുമ്പോൾ എന്തുമാത്രം എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് നമുക്കറിയില്ല, എങ്കിലും നല്ലൊരു ബിഗ് സൈസ് കാറാണ്. കാണുമ്പോഴേ ഒരു പ്രീമിയം കാറാണല്ലോ ഇത് എന്ന് തോന്നൽ തരുന്ന ഒരു കാറാണ് റെനോ ഫ്ലുവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ആ ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒക്ടാവിയ ആയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു 2011 മോഡലാണ് കിടക്കുന്നത്, അത് ഞാൻ പറയാൻ മറന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒക്ടാവിയ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ സിവിക്കായിട്ടും ഒക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഷെവർലെ ക്രൂസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റിയ, അതും 2 ലിറ്റേഴ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഫ്ലുവൻസ് എന്ന് പറയുന്നത്. 16 ഇഞ്ച് വീല് സഹിതവും പിന്നെ അകത്തെ ഫീച്ചേഴ്സൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള വാഹനങ്ങളിലാണ് വലിയൊരു ഫീച്ചറായിട്ട് ഡ്യുവൽ സോൺ AC ഒക്കെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ സ്കോഡ ലോറയിലുണ്ടായിരുന്നു, ഇതിലും ഡ്യുവൽ സോൺ AC ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫീച്ചേഴ്സും നല്ല പവർ ഫിഗേഴ്സും ഒക്കെയുള്ള നല്ലൊരു പെട്രോൾ എഞ്ചിൻ തരുന്ന മോഡലാണിത്. ഇതിനൊരു ഡീസൽ വേരിയൻ്റ് കൂടെ ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ള റെനോയുടെ സ്കാല, അതുപോലെ ഡസ്റ്റർ, ഇതൊന്നും നിലവിൽ ഇപ്പം ഇല്ല. ഇപ്പോൾ റെനോയ്ക്ക് ആകെ ഉള്ളത് ട്രൈബറും നമ്മുടെ കൈഗറും ഒക്കെ ക്വിഡും ഒക്കെ മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെനോ എന്തുകൊണ്ട് നല്ല കുറച്ച് വണ്ടികൾ, മറ്റേ ഉള്ളത് മോശമാണെന്നല്ല പറയുന്നത്, കുറച്ച് നല്ല വണ്ടികൾ ഇറക്കിക്കൊണ്ടിരുന്നവർ എന്തുകൊണ്ട് അത് കൊണ്ടിരുന്നില്ല, മെയിൻ്റെനൻസ് കോസ്റ്റ് കൊണ്ടാണ് തീർച്ചയായിട്ടും എന്ന് പറയാം. കാരണം കുറച്ച് മേച്ച് കൊണ്ട് നടക്കാൻ കുറച്ച് പാടാണ് ഇതിനെ, പക്ഷേ അതിൻ്റെ ഒരു കംഫർട്ട് ഇത് തരുന്നുണ്ട്. എന്തായാലും നമ്മളിതിനെക്കാട്ടി പറയുന്നതിലും നല്ലത് ഇതിൻ്റെ യൂസറിന് തന്നെ ഇതിനെപ്പറ്റി പറയാൻ എന്തായാലും കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസറോട് ചോദിക്കാം, ഇതിപ്പോൾ പുതിയതായിട്ട് വാങ്ങാൻ പറ്റില്ല എങ്കിൽ യൂസ്ഡ് മാർക്കറ്റിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പെടുമോ, അതോ കുറച്ച് പൈസ മുടക്കിയാൽ ഇതിന് ആ ഒരു ഫീല് കിട്ടുമോ, ഒരു പ്രീമിയം കാർ യൂസ് ചെയ്യുന്ന ഒരു ഫീലോടെ കൂടി നമുക്ക് നല്ലൊരു പെട്രോൾ പവർഫുൾ സെഡാൻ സ്വന്തമാക്കാൻ സാധിക്കുമോ, അതൊരു പ്രാക്ടിക്കൽ, അതൊരു വൈസായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ യൂസറോട് ചോദിക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫ്ലുവൻസിൻ്റെ യൂസർ. ഹൈ സാം ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. ഗുഡ്, താങ്ക് യു. ഓക്കെ ബ്രോ, എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് സാം ബാവുലൻ എന്നാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഞാൻ കോൺട്രാക്ടിങ് ഫോമാണ്, സ്വന്തമായിട്ട് തന്നെ വർക്ക് ചെയ്യുവാണ്. കൊല്ലം ബേസ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെനോ ഫ്ലുവൻസ് അധികം റോഡിൽ കാണാൻ സാധിക്കാത്ത ഒരു ജെം ആയിരുന്ന ഒരു വണ്ടി. എൻ്റെ കസിൻ്റെ ടേംസ് പറയാന്നുണ്ടെങ്കിൽ വംശനാശം സംഭവിച്ച വണ്ടിയെന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാണിത്. അതെ, ഓക്കെ. ഇത് അങ്ങനെ ഒരു വണ്ടി എങ്ങനെ എടുക്കാനായിട്ട് തോന്നി അന്നത്തെ കാലത്ത്? എടുക്കാൻ തോന്നാൻ കാര്യം, ഞാൻ ഇതിന് മുന്നേ നെക്സോൺ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് സിറ്റി വർക്ക് എല്ലാം സിറ്റി ബേസ്ഡ് ആയതുകൊണ്ട് പെട്രോൾ നെക്സോൺ ആയിരുന്നു. അപ്പം മൈലേജ് ടാറ്റയുടെ പെട്രോള് വളരെ മോശമാണ് മൈലേജ്. അപ്പം അങ്ങനെ ഒരുപാട് ഓട്ടോ ആയപ്പോൾ ഞാൻ പിന്നെ കൊടുത്തിട്ട് ഒരു സെഡാനും ഒരു ഇലക്ട്രിക് നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് മാറി. അപ്പം ഞാൻ ആക്ച്വലി ഹോണ്ട സിറ്റിയാണ് എടുത്തത്, Type 3. പക്ഷെ അതിൻ്റെ അടി ഒരുപാട് തട്ടുന്നുണ്ട്, ആ ഒരു പ്രശ്നം പറഞ്ഞു. അങ്ങനെ അത് മാറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് പെട്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ ഒരു വണ്ടിയെ പറ്റി അറിയുന്നത്. യൂസ്ഡ് തന്നെയാണ്, സിംഗിൾ ഓണറാണ്.
ഓക്കെ. അതെ, സിംഗിൾ ഓണറാണ്. ഞാൻ ഇത് ഒരുപാട് നോക്കിയിട്ടുണ്ട്. ഇത് നോക്കാൻ കാര്യം എന്ന് വെച്ചാൽ 2014 ഞാനപ്പോഴാണ് ഈ വണ്ടി ആദ്യം കാണുന്നത്. അപ്പം അന്ന് ഈ റോഡിൽ വണ്ടികൾ കുറവാണല്ലോ. അപ്പം ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് ഞങ്ങളുടെ റോഡ് സൈഡ് ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ ഒരു ഇതേപോലെ വൈറ്റ് കളർ വണ്ടി ഇങ്ങനെ പോകുന്നു, ഒഴുകി പോകുന്നു. അപ്പം വേറെ വണ്ടിയിലത് നമ്മൾ ഒബ്വിയസ്ലി ശ്രദ്ധിക്കും. അപ്പം എൻ്റെ സുഹൃത്തും പറഞ്ഞു അത് ഏത് വണ്ടിയാണ്, ഞങ്ങളും പറഞ്ഞു ഇവിടെ കണ്ടിട്ടില്ല, ഇമ്പോർട്ടഡ് ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു, കാര്യം അറിയില്ല. പിന്നെ ആവശ്യമായിട്ട് ഇങ്ങനെ ഓൺലൈനൊക്കെ എന്തോ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പം അന്ന് പോലെ നോക്കി, പക്ഷെ അന്ന് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പിന്നെ അങ്ങനെ വേണ്ടെന്ന് പ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ അറിവ് പ്രകാരം അന്ന് ഇറങ്ങിയ ടൈമിൽ തന്നെ പെട്രോൾ ടോപ്പ് എൻഡ് ആണിത്. അപ്പോൾ അതിന് 15 lakhs ആണ് ഷോറൂം പ്രൈസ്. 2011-12 സമയത്ത് 15 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോൾ അതെ, മെർസിഡീസിന്റെ വിലയൊക്കെ അത് വെച്ച് കമ്പയർ ചെയ്യുന്നല്ല കേട്ടോ, പ്രൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് എക്സ് ഷോറൂം ആണ് ഡൽഹിയിൽ. അപ്പോൾ ഇവിടത്തേക്ക് വരുമ്പോൾ അതിന്റെ ടാക്സും കാര്യമെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ മുകളിൽ പോകും. അങ്ങനെ ഇരിക്കുമായിരുന്നു. ഷോറൂം ആയിരുന്നു 15 lakhs. എക്സ് ഷോറൂം ആയിരുന്നു ഓക്കെ എന്നാണ് ഞാൻ ഓൺലൈൻ കണ്ടത്. ഡിഫറൻസ് കാണും, കറക്റ്റ് അറിയില്ല. ഇപ്പോൾ സെയിലില്ലല്ലോ, അറിയാൻ പറ്റില്ല. അങ്ങനെ ഹോണ്ട സിറ്റി ഇങ്ങനെ ഇതൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് പോകുന്നിടത്ത് വരെ ഒരുപാട് തട്ടുന്നുണ്ട്. അപ്പോൾ ഡെയിലി പോകുമ്പോൾ എന്തായാലും തട്ടിത്തട്ടി പരിവാഹം കരുതി അങ്ങനെ മാറ്റാൻ കരുതി. അങ്ങനെ ഇത് ചെന്ന് കണ്ടു. പ്രശ്നം അധികം മോഡൽസ് ഇല്ല ആരുടെ കയ്യിലും. പിന്നെ മെയിൻ്റനൻസ് ഒരു വിഷയമാണ്, സർവീസ് ഹിസ്റ്ററി. ഇതിൻ്റെ ആള് ഫുൾ ഷോറൂം സർവീസാണ്, ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, മൈനസ് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റ് ഒന്ന് ചെറിയ ഡിം ഉണ്ടായിരുന്നു, അത് ഇപ്പം റെഡിയാക്കി എടുത്തു. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ അധികം ഓടിയില്ല, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ പിന്നെ എടുത്തു. അങ്ങനെ വേണം. അങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ ഒരു 1.5 years ആയി എടുത്തിട്ട്. 1.5 years ആയിട്ട് യൂസ് ആയിട്ടുള്ളത്. 1.5 years ആയി. അപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, 1.2 നെക്സൺ പെട്രോൾ അതെ പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ പെട്രോളിലോട്ട് പോയി. അതിന്റെ ഉദ്ദേശം എന്താണെന്ന്? 1.2 പ്രാക്ടിക്കൽ എന്ന് പറയാൻ കാര്യം AMT ആണത്. നെക്സോൺ ഇപ്പോഴല്ലേ പ്രോപ്പർ ഓട്ടോമാറ്റിക് ഇറങ്ങിയത്. ഇപ്പോൾ സിറ്റിയിൽ മൈലേജ് ഹൊറബിൾ ആണ്, പിന്നെ ഭയങ്കര ജേർക്കിംഗ് ആണ്. AMTക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട് പൊതുവേ. ഇപ്പോൾ നെക്സോണിന് ആ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട്. ബട്ട് നെക്സോണിനെ കാട്ടി ഇതിന് മിസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇതിന് 170 സംതിങ് ആണ്, നെക്സോണിന് 210, 205 സംതിങ് ഉണ്ട്. അപ്പോൾ അതാണ് മിസ് ചെയ്യുന്ന ഏക ഫാക്ടർ. പിന്നെ റൈഡ് കംഫർട്ടും എല്ലാം നല്ലതാണ്. പിന്നെ ഒരു സെഡാൻ വേണമെന്ന് തോന്നി. പിന്നെ പുതിയ എടുക്കാൻ താല്പര്യമില്ല. ഒബ്വിയസ്ലി പുതിയ നോക്കുന്നത് എങ്ങനെയായാലും 10+12 ഒക്കെ ആവും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമില്ല ഒബ്വിയസ്ലി. അതെ, അങ്ങനെ നോക്കിയപ്പോൾ പ്രൈസിനൊത്ത വണ്ടി. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഓൾമോസ്റ്റ് 10 years കഴിഞ്ഞു, ശരിയാണ്. പക്ഷേ ഓണർഷിപ്പ് വൈസ് നോക്കുമ്പോൾ സിംഗിൾ ഓണറാണ്, വെൽ മെയിൻറ്റൈൻഡ്, എല്ലാം കമ്പനി സർവീസ്. കണ്ടു കഴിഞ്ഞാൽ 10 years പറയില്ല. അതെ, ഇതിൽ പെയിന്റ് എല്ലാം ഒറിജിനലാണ്, ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ബമ്പർ ഒബ്വിയസ്ലി ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ അല്ല, ഔട്ട് സൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ഒറിജിനൽ പെയിന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ സർവീസ് ഹിസ്റ്ററിയും എല്ലാം, പിന്നെ ഒറ്റ പാർട്സും മാറ്റിയിട്ടില്ല, ഒരു പാർട്ടും മാറ്റില്ല. ഇപ്പോൾ ഇതുവരെ ഓണർഷിപ്പിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നോർമലായിട്ടുള്ള വെയർ ആൻഡ് ടയർ പാർട്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഒബ്വിയസ്ലി പിന്നെ ഇതിൽ കൂടുതൽ ചോയ്സ് വേറെ ഇല്ലല്ലോ. അങ്ങനെയാണ് 1.2 ഇന്ന് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ് നേരെ 2 ലിറ്ററിലോട്ട് വന്നു. ഓക്കെ. അപ്പം ഈ പറഞ്ഞ സർവീസ് കാര്യമാണ് ഏറ്റവും കൺസിഡർ ചെയ്യാനുള്ള ഒരു കാര്യം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ റെനോ ഫ്ലുവൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു പുതിയത് വാഹനത്തിലോട്ട് താല്പര്യമില്ല എന്നുള്ളത്. അത് നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് എൻ്റെ ഒരു തിങ്കിങ് പലപ്പോഴും അങ്ങനെ ആകാറുണ്ട്. നമുക്ക് ആ ഒരു 10 lakhs ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു EVയും പ്ലാൻ ചെയ്യാം, EMI ഇട്ടിട്ട് ഒരു വേറൊരു കാറ് സെക്കൻഡറി പർപ്പസ് മീൻസ് അല്ലെങ്കിൽ പ്രൈമറി പർപ്പസിന് വേറൊരു കാറും പ്ലാൻ ചെയ്യാം. ഇപ്പോൾ 2 വണ്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇത് എത്ര പ്രൈസിന് കിട്ടി? ഞാനിത് എടുത്തപ്പോൾ 3 lakhs എടുത്തത്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഒബ്വിയസ്ലി പുതിയ കാറിൻ്റെ ഒന്നും 3 lakhs കിട്ടാനില്ല. പിന്നെ മൈലേജ് വൈസ് നോക്കുകയാണെങ്കിൽ മാരുതിയിലോട്ട് പോകാം, പക്ഷേ മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചോദിക്കുന്ന വിലയെല്ലാം കൂടുതലാണ്. പിന്നെ സെഡാന് 3 lakhs കിട്ടുമെന്ന് വെച്ചാൽ പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത് സർവീസാണ്. അപ്പോൾ അതൊരു കൺസേൺ ഉള്ളതുകൊണ്ട്, പിന്നെ ഞാൻ ടാറ്റയുടെ അറിയാലോ സർവീസ് ഇതിനെക്കാട്ടി മോശമായിരുന്നുകൊണ്ട് പിന്നെ അതിനെക്കാട്ടി പേടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ ധൈര്യമായിട്ട് എടുക്കും. അങ്ങനെയാണ് ഇതിനകത്തോട് ചാടുന്നത്. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ മാരുതി യൂസ്ഡ് എടുക്കുന്നതിലും നല്ല പുതിയ എടുക്കുന്നതാണ്. അതെ, പിന്നെ മാരുതി സെഡാനാണല്ലോ നോക്കിയത്. അപ്പം മാരുതി സെഡാനായിട്ട് സിയാസ് ആണ് ഉള്ളത്. അപ്പം അതിനും മൈലേജ് ഉള്ളതുകൊണ്ട് നല്ല വില ചോദിക്കുന്നു. എല്ലാം 5ന്റെ മുകളിലൊക്കെ ഞാൻ കണ്ടത് ചോദിച്ചത്, ഒരുപാട് നോക്കിയില്ല. 5 എന്ന് പറഞ്ഞാൽ നല്ല ഇയർ ബാക്ക് ആയിട്ടുള്ള 2014-15 മോഡലൊക്കെ, അതും എല്ലാം 1 lakh മുകളിൽ ഓടിയതാണ്. നല്ല മൈലേജ് ഉള്ള നല്ലതായിട്ട് ഓടിയിട്ടുള്ള വണ്ടികൾ അതൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് 60 ഓടിയിട്ടില്ല, 50 സംതിങ് ആ റേഞ്ചിലായിരുന്നു. ഒരു 3 lakhs എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്
ഒരു 15 lakhs പ്രൈസ് ഉള്ള വണ്ടിയുടെ ഫീച്ചേഴ്സ് കിട്ടും. കുറച്ച് ഇന്റീരിയർ ചിലപ്പോൾ കുറച്ച് ഓൾഡ് സ്കൂളായിട്ട് ഫീൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫോർടൈൻമെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാറ്റിയെടുക്കാം. ഇപ്പോഴത്തെ ഈ പറഞ്ഞ കണക്ടിവിറ്റി സംഭവം അതൊന്നുമില്ല, ഒന്നുമില്ല. അന്നത്തെ ടൈമിലുള്ള സംഭവങ്ങൾ ബ്ലൂടൂത്തും കാര്യങ്ങളും ബേസിക് ആയിട്ടേ ഉള്ളൂ. അതേപോലെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് അങ്ങനെ ഒരു കൺസേൺ തോന്നിയില്ല. സേഫ്റ്റി വേണമെന്നുണ്ടായിരുന്നു, കാര്യം നെക്സോൺ ഉപയോഗിച്ചുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യം അറിയാം. അങ്ങനെ നോക്കി പിന്നെ ഇത് എനിക്ക് തോന്നുന്നു യൂറോ NCAP 4 സ്റ്റാർ 5 സ്റ്റാർ ഉള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്യാണ്, ചിലപ്പോൾ ഇൻഫർമേഷൻ റോങ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ നോക്കിയെടുത്തത്. പിന്നെ ബോഡി സ്ട്രോങ് ആണ്. അതെ, സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും അത് അത്യാവശ്യം വെയിറ്റും ഉണ്ട്. ഡോറൊക്കെ നമ്മൾ അറിയാം. അതെ, ഒരു വെറൈറ്റി കീ ആണല്ലേ? അതെ, കീ ഒരു വെറൈറ്റി. അതാണ് സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് ഉണ്ട്. കീ ഒരു വെറൈറ്റി ആണ്. നിങ്ങൾക്ക് ഇതൊരു സ്മാർട്ട് കാർഡ് കീ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ അത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചോളാം. അപ്പോൾ ഇതിൽ അൺലോക്ക്, ലോക്ക്, ലൈറ്റിന്റെ ബട്ടൺ ഇതൊക്കെ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഫോളോ മീ ഹെഡ് ലാമ്പിന്റെ ഫംഗ്ഷൻ ആണ്. ഡിക്കി ഓപ്പണറും ഉണ്ട്. ഡിക്കി ഓപ്പണറും ഉണ്ട്. കാര്യങ്ങളൊക്കെ അത്രയും സംഭവം ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ധാരാളമാണല്ലോ. ഇപ്പോൾ എല്ലാ വണ്ടിയിലും അത് ഫീച്ചറായിട്ട് പറയുന്നതാണല്ലോ. അതെ. കീലെസ് എൻട്രി എന്ന് പറയുന്നത് തന്നെ മീൻസ് അതെ, ജസ്റ്റ് നമ്മൾ ഡോർ നോബ് പുള്ളി ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് അൺലോക്ക് ആയിക്കോളും. ഇപ്പം ഞാനും മിസ് ചെയ്യുന്ന, എനിക്കും വേണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ആണ് കീലെസ് എൻട്രി. അതൊക്കെ ഒരു 2012 മോഡൽ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതെ, ഒബ്വിയസ്ലി അന്ന് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഫീച്ചേഴ്സിലെ ഓരോന്നിലോട്ടൊക്കെ വരാം. അതിനു മുമ്പ് സർവീസിൻ്റെ കാര്യത്തിൽ ഇപ്പം 60,000 കിലോമീറ്റർ ആയി എന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ഈ ഫ്ലുവൻസിനെ സംബന്ധിച്ചിടത്തോളം 60,000 മാറേണ്ട കുറച്ച് മേജർ സർവീസ് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓണസ്റ്റ്. അതെ, ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കിടക്കുക വണ്ടിയായിരുന്നു, ക്ലീൻ ആയിട്ട്. അതുകൂടിയാണ് നോക്കാൻ കാര്യം. അത് നല്ലൊരു ഡീലാണല്ലോ. പിന്നെ ഇപ്പോൾ ടൈമായി എനിക്ക് ബേസിക് ആയിട്ടുള്ള ബ്രേക്ക് പാഡ്സും എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാനുള്ള ഓട്ടത്തിൻ്റെ അത് ഓട്ടം അധികം ഇല്ലായിരുന്നു. 10-15,000 ഒരു അതിൻ്റെ ടൈം ആയതേ ഉള്ളൂ, സർവീസ് ആയതേ ഉള്ളൂ. ചെയ്തില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഷോറൂമിൽ സർവീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? ഇത്രയും നാൾ അത് തന്നെ പോയതുകൊണ്ട് അങ്ങനെ തന്നെ ആവാന്ന് കരുതി. ഇതുകൊണ്ട് ഇത്രയും നാൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. അതെ, നേരത്തെ ഉള്ള ഓണർ അതേപോലെ പോയിരുന്നുകൊണ്ട് നമ്മൾ എന്തിനാ ഒരു മാറ്റം വരുത്തുന്നത്? ചെറിയ എക്സ്പെൻസീവ് ആയിരിക്കും ഒബ്വിയസ്ലി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ അല്ലേ, 3 lakhs മേടിച്ചെങ്കിൽ നിങ്ങളൊരു 4 lakhs മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് മേടിച്ചാൽ ബാക്കി 1 lakh കുറച്ച് നാളത്തെ സർവീസിനെന്ന് പറഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിലും മുതലാകേണ്ട വേറൊരു കാര്യമാണ് ഫ്യൂൽ എഫിഷ്യൻസി. നമ്മൾ മുമ്പേ പറഞ്ഞ 1.2 ലിറ്ററും 2 ലിറ്ററും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഫ്യൂൽ എഫിഷ്യൻസി എന്തുമാത്രം? ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്നത് പ്രോപ്പർ കൊല്ലം ടൗണിലാണ്. അതായത് ടൗൺ സെൻറ്ററിൽ നിന്ന് ഹാർഡ്ലി 200 മീറ്റേഴ്സേ ഉള്ളൂ വീട്. അപ്പം ഫുൾ ടൈം സിറ്റി ട്രാഫിക്കിലാണ് ഓടുന്നത്. 200 മീറ്റേഴ്സ് പോകണമെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും ഒബ്വിയസ്ലി. അത് മാത്രമല്ല ഒരുപാട് ഇന്റർസെക്ഷൻ ഉള്ള റോഡ്സ് ഒക്കെയാണ്. കൊല്ലം ടൗണിൽ തന്നെ അറിയാം, കൊല്ലത്തുള്ളവർക്കാകുമ്പോൾ അറിയാം. ചിന്നക്കട എന്നാണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ. അപ്പം അവിടെ എങ്ങനെ പോയാലും ഫുൾ ടൈം ട്രാഫിക്കാണ്, സ്കൂൾസും കോളേജൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം മാനുവൽ എടുത്താൽ പോലും അധികം മൈലേജ് നമുക്ക് സിറ്റിയിൽ കിട്ടില്ല. എനിക്ക് നെക്സോണ് കിട്ടിയത് 8-9 ആണ്. ഇതിന് 9-10 ഉണ്ട്. ആ റേഞ്ച് ഉണ്ട്. ലോങ് പോകുമ്പോൾ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനിപ്പം കൊല്ലത്തു നിന്നാണ് വന്നത്. അപ്പം എനിക്കൊരു 15.5 കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നുണ്ട്. 2 ലിറ്റർ അതെ, 16 വരെ കിട്ടിയിട്ടുണ്ട്. ട്രാഫിക് ഒന്നും ഇല്ലാത്ത സെഡേ ഡ്രൈവിംഗിൽ ഞാൻ ഒരുപാട് കാലം എടുത്ത് പോകുന്ന ആളല്ല. 80-90 ഒക്കെ മാക്സിമം അറേഞ്ച് പോകാറുണ്ട്. ലീഗൽ സ്പീഡ് ലിമിറ്റ് അങ്ങനെ അതുകൊണ്ടാണ് ഇതും കൂടെ എടുത്തത്. പിന്നെ ഒരുപാട് പവറുള്ള വണ്ടി അങ്ങനെ ആഗ്രഹം ഇല്ലായിരുന്നു. പിന്നെ വന്ന് ചാടി ഒരു കോള് കിട്ടിയോണ്ട് അങ്ങ് എടുത്തേ ഉള്ളൂ. ഒരുപാട് പവർ കുറവുള്ള വണ്ടിയും അല്ല ഇത്. 135 bhp ആണ് ഉള്ളത്. ആ ഒരു 135 bhp പവർ ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ അത് ഉണ്ട്. സിറ്റിയിൽ ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും ഓടിക്കാൻ നല്ല സ്മൂത്താണ്. പിന്നെ CVT ആണ്, അതിൻ്റെതായ ചെറിയൊരു റബ്ബർ ബാൻഡ് എഫക്റ്റ്. അതെ, അങ്ങനെ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നല്ല, ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ തന്നെ ഒന്ന് ശരിയാവുന്നില്ലല്ലോ എന്ന് ചെറിയ ഫീൽ വരാറുണ്ട്. അതെ, ആ ഒരു ഫീൽ വരാറുണ്ട്. ബട്ട് ഒന്ന് ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ആക്റ്റീവ് ഒക്കെ ഓടിച്ചു പോകുന്ന പോലുള്ള ഒരു ഫീലാണ്. പിന്നെ എന്തെങ്കിലും ഓവർടേക്കിംഗ് വല്ല കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലേറ്റർ ഒന്ന് കൊടുത്താൽ മതി, സുഖമായിട്ട് കയറി പോകും. നമുക്ക് ആ എഞ്ചിന്റെ ഒരു ഗ്രഞ്ച് ഫീൽ ചെയ്യാം. മറ്റേ AMT ആകുമ്പോൾ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ മാച്ച് ആവണമെന്നില്ല. ഇത് പ്രോപ്പർ CVT ആയതുകൊണ്ട് അതിന്റെ ഗുണം ഹൈവേയിൽ അറിയാൻ പറ്റും. നല്ലതായിട്ട് അറിയാൻ പറ്റും. സിറ്റി യൂസിൽ നമുക്കറിയാം. പിന്നെ എല്ലാം സിറ്റിയിൽ 2-3 2 ഗിയർ 3 ഗിയർ മാറിയാണല്ലോ നിൽക്കുന്നത്. നമുക്ക് അത്രയും കംഫർട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരു ട്രാൻസ്മിഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു ഫൺ കിട്ടും ആ ഒരു കേസിൽ അല്ലേ. പിന്നെ മാനുവൽ മോഡ് ഇട്ട് ഓടിക്കാം. പക്ഷേ ഓട്ടോമാറ്റിക് എടുത്തിട്ട് പിന്നെ എന്തിനാണ് മാനുവൽ എടുക്കുന്നത് ഇതെല്ലാം ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ നേരത്തെ ഒരു ലോറ ഓണറിന്റെ വീഡിയോ ഇട്ടിരുന്നല്ലോ, പുള്ളി പറയുന്നതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് നോക്കി, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിനകത്തൊരു 3 ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് കത്തി കിടക്കുക. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ സീറ്റ് ഹീറ്റിങ്ങിന്റെ ലൈറ്റാണ് കത്തി കിടക്കുന്നത്.
ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റ് നോർമലായി. അത് അന്നാണ് എനിക്ക് സീറ്റ് ഹീറ്റിംഗ് ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ആ ഫീച്ചർ, ഇതുവരെ 2 സീറ്റിലും യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം നമ്മുടെ നാട്ടിലില്ല, അറിയാതെ യൂസ് ആയതേ ഉള്ളൂ, അങ്ങനെ നോക്കാറുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലോറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഒരു കമ്പയർ ചെയ്യാം, ഓബിയസ്ലി കമ്പയർ ചെയ്യാം, സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. ഞാൻ അത് നോക്കിയതായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ ആ ഡോക്ടറോട് പറഞ്ഞ കണക്ക് എന്നെ കിട്ടാനില്ലല്ലേ, നല്ലത് കിട്ടാനല്ലേ. ഉള്ളതെല്ലാം ഒരുപാട് ഓടി തളർന്ന അല്ലെങ്കിൽ ഒരുപാട് പണിയൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എടുത്തിട്ട് പിന്നെയും കാശ് ചിലവാക്കുന്ന ഭേദം വേറെ വേണം. പിന്നെ വേറെ ഹോണ്ട സിറ്റി തന്നെ നോക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഇത് വന്ന് ചാടുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഡീലിൽ ഒരു റെനോ ഫ്ലുവൻസ് സ്വന്തമാക്കാൻ സാധിച്ചു. അതെ, കറക്റ്റ്. ഓക്കെ, വെൽ മെയിൻറ്റൈൻഡ് ആണ്, അതാണ് ഹൈലൈറ്റ്. അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല, സ്റ്റോക്കാണ്, അലോയ്സ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, വേറൊന്നും ചെയ്യേണ്ടി വന്നു, വേറൊന്നും മാറ്റിയിട്ടില്ല. ഇനി ഒരു ഇൻഫോടൈൻമെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻഫോടൈൻമെന്റ് നോക്കുന്നുണ്ട്. യെസ്, കാര്യം റിവേഴ്സ് നീളമുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട് ഓക്കെ, നല്ല ലെങ്തി ആണ് വണ്ടി അല്ലേ? ലെങ്തിയാണ് പറഞ്ഞ പോലെ വണ്ടി ഒന്ന് കാണുമ്പോൾ ഫ്രണ്ട് സൈഡ് നമുക്ക് യൂസ്ഡ് ആവും ഡ്രൈവ് ചെയ്യുമ്പോൾ. ബാക്ക് സൈഡ് നമുക്ക് തട്ടിലാന്നിരിക്കുമ്പോൾ വീണ്ടും സ്പേസ് കാണും. നമുക്ക് എപ്പോഴും പണ്ടത്തെ ഇറങ്ങി നോക്കി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ, സെൻസേഴ്സ് ഉണ്ട്, ബട്ട് ക്യാമറ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ. അപ്പം ഞാനും റോഡിൽ പോകുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുന്ന വണ്ടികളിൽ ഒന്നാണിത്. ഇപ്പം ഇതൊന്ന് കുറേ വണ്ടികളുടെ ഇടയ്ക്ക് പോയാലും ഒന്ന് ശ്രദ്ധിക്കും. അതെ, കാര്യം ഇപ്പം അതിനൊക്കെ അധികം ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഡിസൈൻ ആണ് ഇതിന് വന്നിരിക്കുന്നത്. എനിവേയ്സ്, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ റെനോ ഫ്ലുവൻസ് ഒന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് കയറിയതാണ്. ആദ്യമേ കയറി ഞാൻ സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴേ അതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ സുഖം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടാണ്. കയറിയിരുന്നപ്പോഴേ സീറ്റിൻ്റെ കാര്യമാണ് ശ്രദ്ധിച്ചത്, കാരണം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഒബ്വിയസ്ലി, പിന്നെ അതുപോലെ ലംബോ സപ്പോർട്ടുണ്ട്. ലംബോ സപ്പോർട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇരുന്നപ്പോഴേ നല്ല ബാക്ക് സപ്പോർട്ട് ഇരിക്കാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഹഗ് ചെയ്തിരുത്തുന്ന ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുറച്ച് ബാക്കിലും, ഇതിന്റെ എല്ലാ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം കുറച്ച് വീടായിട്ടുള്ള പൊസിഷൻസ് ആണ്. അങ്ങനെ ഉള്ള ഒരു കാര്യം മാത്രമാണ് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ടായിരുന്ന എല്ലാം സ്റ്റിയറിംഗ് മാത്രം അപ്പുറത്ത് വെച്ചു, എല്ലാം ലെഫ്റ്റ് ഹാൻഡ് ആണ്, ബാക്കി ലെഫ്റ്റ് ഹാൻഡ് ആണ്. ഞാനും അതാണ് ഡസ്റ്റർ ഓടിച്ചിട്ട് സ്വിഫ്റ്റിലോട്ട് കയറുമ്പോഴത്തേക്ക് എല്ലാം തിരിയും, ഹെഡ്ലൈറ്റും. അതെ, അതൊന്ന് ശീലിക്കുമ്പോൾ മാറി ഓടിക്കുമ്പോൾ പിന്നെയും ശീലിച്ച് കയറണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കയറി ഇരുന്നപ്പോഴേ ആ ഒരു കാര്യം നല്ല ഇമ്പ്രസീവാണ്. ആ ഒരു സീറ്റിങ്ങിൻ്റെ കാര്യം നല്ല സീറ്റിംഗ് ആണ്. പിന്നെ പെട്രോൾ എൻജിൻ 2 ലിറ്റർ എന്ന് പറയുമ്പോഴേ അതിൻ്റെ ആ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു 2 ലിറ്റർ എൻജിൻ കിട്ടുമ്പം ഉണ്ടോ ഒരു കാല് കൊടുക്കുമ്പോഴേ അതാണ് നമുക്ക് സിറ്റിയിലുള്ളൊരു ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഒരു നമ്മൾ കൊടുക്കുക എന്നുള്ള റെസ്പോൺസ് ഹൈ ആണ്, ഭയങ്കര ഹൈ റെസ്പോൺസ്. നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ ഈ ന്യൂട്രൽ ഇട്ടിട്ട് പെട്ടെന്ന് ഡ്രൈവ് ഇടുമ്പോൾ കാല് കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് ചാടും ചെറുതായിട്ട് വണ്ടി. കാര്യം ഈ ഒരു ഇതുള്ളതുകൊണ്ടാണ്. ഒന്ന് ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു അല്ലേ? അതെ, അത് ചില ടൈം അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഓവർടേക്കിംഗ് പർപ്പസ് നടക്കുമല്ലേ? ഭയങ്കര ലീനിയർ ആയിട്ടാണ് കയറുന്നത്. സിവിറ്റിയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ ആ ലീനിയർ ആയിട്ട് കയറുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് ബെറ്റർ, അതാണ് പ്രിഫർ ചെയ്യുന്നത്. മുമ്പേ പറഞ്ഞ പോലെ പെർഫോമൻസ് ഡ്രൈവ് കുറവാണ്. ഇപ്പോൾ നെക്സോളൊക്കെ ഉണ്ടായിരുന്നു, സ്പോർട്സ് ഡ്രൈവിംഗ് മോഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ട് ആയിരുന്നേനെ. അതെ, സ്പോർട്സ് മോഡ് ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് കയറി പോയാൽ. അത് തന്നെ. പിന്നെ ഇത് അത്രയും കാലത്തെ വണ്ടിയാകുമ്പോൾ ഒബ്വിയസ്ലി അധികം ഓവറാണ്. അത് തന്നെ, നല്ല പവറുണ്ട്. വാവ്, അപ്പോഴത്തന്നെ വണ്ടിക്ക് ഒരു എഫേർട്ടും ഇല്ല. മീൻസ് ആ ഒരു നമ്മൾ കൊടുക്കുന്ന CVT ആയതിൻ്റെ ആ ഒരു എരപ്പ് മാറിക്കഴിഞ്ഞാൽ, ആ ഒരു ആക്സിലറേഷൻ മാറിക്കഴിഞ്ഞാൽ, കാലൊന്ന് എടുത്തിട്ട് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു 100 സ്പീഡിൽ തന്നെ വെറും ഫ്രീ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എഫേർട്ടും ഇല്ലാതാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും, ബട്ട് ഇപ്പം സസ്പെൻഷൻ്റെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ലോവർ ആം ഇഷ്യൂസ് ഇഷ്യൂണ്ട്, ബുഷും റീപ്ലേസിംഗ് ടൈപ്പ് ആയി. ഓക്കെ, സസ്പെൻഷൻ മാറ്റണോ? അപ്പോൾ വേണ്ട, ഇതൊന്നും ചെയ്താൽ മതി. ലോവർ ആംസ് ലിങ്കേജും അങ്ങനെ എന്തോ. അപ്പോൾ ലോവർ ആംസിന്റെ കൂടെ സസ്പെൻഷൻ ചെയ്യേണ്ടി വരില്ലേ? അത്രയും വേണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്താ അവർ പറഞ്ഞു? മീൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞില്ല. ഇപ്പം ഞാൻ അന്ന് അടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അത് ഒബ്വിയസ്ലി പഴയ യൂസറും പറഞ്ഞു ടൈം ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കറിയാം, റഫ് റോഡിൽ പോകുമ്പോൾ ചെറുതായിട്ട് അടി അറിയാം. ഇതിന്റെ സ്മൂത്ത് റോഡായിട്ട് നമുക്ക് അറിയുന്നില്ല. ഓക്കെ, ഇത് നല്ലൊരു ഹൈവേ ആണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റിയ റോഡ് കൂടാണ്. നല്ല വലിയ കേർവ്സ് ഒക്കെയാണ്. അപ്പോൾ അവിടെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് നല്ലതായിട്ട് അറിയാൻ പറ്റും. നല്ല സ്റ്റിയറിംഗ് ആണ്, നല്ല കൺട്രോൾ അല്ലേ? നമ്മൾ സ്പീഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്.
സിറ്റിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി ഫ്രണ്ടിലാണെങ്കിൽ ബ്ലോക്ക് ആയിരിക്കുന്നത് പെട്ടെന്ന് കട്ട് ചെയ്ത് കയറണമെങ്കിൽ സുഖമായിട്ട് കയറാം. ഓക്കെ, സ്പീഡ് കൂടുമ്പോൾ കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്, സ്റ്റിഫ്നെസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ചില വണ്ടികളിൽ നമ്മൾ സ്പീഡ് കൂടി പെട്ടെന്നൊന്ന് ട്രാക്ക് ഒന്ന് മാറ്റുമ്പോൾ നമുക്കൊരു വണ്ടി അങ്ങോട്ട് മാറിപ്പോവില്ല എന്നൊക്കെ ഒരു പേടിയുണ്ട്. അതിൽ അങ്ങനെയില്ല. ഓക്കെ, അങ്ങനെയില്ല. ഓക്കെ, അതുപോലെ ബ്രേക്കിങ്ങിന്റെ കാര്യവും ബ്രേക്കിംഗ് നല്ല എഫിഷ്യൻ്റ് ആണ്. പിന്നെ അതും പറഞ്ഞ കണക്ക് പാഡ്സ് എല്ലാം ഡ്യൂ ആണ്. അപ്പം അതിൻ്റെതായ ചെറിയ ഡ്രോബാക്ക് ഉണ്ട്, ബട്ട് നല്ല എഫക്റ്റീവ് ആണ്. 4 ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രൈസിന് വേണ്ടി മേടിച്ച വണ്ടി ഇത് കൊടുക്കുകയാണെങ്കിൽ ഇനി ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി എടുക്കണമെങ്കിൽ 7 lakhs പ്ലസ് എന്തായാലും ആവും. 2-3 ഇരട്ടി മുടക്കേണ്ടി വരും. പിന്നെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്പീഡ് ലിമിറ്റർ ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ച് മുമ്പേ പറഞ്ഞ പൊസിഷനിലാണ് ഇരിക്കുന്നത്, ബ്രേക്കിന്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അത് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ഓണറിനെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. ഓഡിയോ കൺട്രോൾ എടുത്താലും സ്റ്റിയറിംഗിന്റെ റൈറ്റ് സൈഡ് ആണ്, അതിന്റെ സ്റ്റിയറിംഗിന്റെ അടിയിലായിട്ട്. കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ. അത് കംഫർട്ടബിൾ, അതെനിക്ക് ഇഷ്ടമാണ്. കാണുമ്പോൾ ഒരു ഓടായിട്ട് തോന്നും, ബട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ക്രൂസ് കൺട്രോളിന്റെ ഓൺ ആക്കുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ബാക്കിയെല്ലാം സ്റ്റിയറിംഗിൽ തന്നെയുണ്ട്. സ്റ്റിയറിംഗിൽ ക്രൂസ് കൺട്രോൾ, ക്രൂസിംഗ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്റ്റിയറിംഗ് തന്നെ ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ എന്താണ്, അത് ഈ ട്രിപ്പ് എല്ലാം റീസെറ്റ് ചെയ്യുന്നതും MID കൺട്രോൾസും ആണ് റൈറ്റ് സൈഡിൽ സ്റ്റിയറിംഗിൽ വന്നത്. അത് നമുക്ക് സ്റ്റോക്കിലും കൺട്രോൾ ചെയ്യാം. വൈപ്പർ സ്റ്റോക്കിൽ തന്നെ അല്ല, ഹെഡ്ലൈറ്റിന് സ്റ്റോക്കിൽ തന്നെ സ്വിച്ചസ് ഉണ്ട്. ഓക്കെ, ടോഗിൾ അത് വെച്ച് ടോഗിൾ ചെയ്യണം. ഓക്കെ ഓക്കെ, അത് ഡസ്റ്റർ ഉള്ള പോലെ തന്നെ സെയിം അത് തന്നെ. ഓക്കെ, പിന്നെ ഓട്ടോ ഹെഡ് ലാംപ്സ്, ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് സഹിതമാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയും കൊള്ളാം, നല്ല വലിയ ഡിസ്പ്ലേ ആണ്, എല്ലാം കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, റിവേഴ്സ് എടുക്കുന്നതാണ് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് ഒരു സെഡാനെ സംബന്ധിച്ച് ചെറിയൊരു ടാസ്ക് ആണ്. അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതെ, ബാക്ക് കാണാനുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട്. കാണാനുള്ള മിററിന്റെ വിസിബിലിറ്റിയുടെ പ്രശ്നമായിരിക്കും അത്. ഒരു മറ്റേ ആ കോൺകേവ് മീൻസ് കോയിൻ മിറർ, ഇത് കോൺവെക്സ് ഉണ്ട്, റൈറ്റ് സൈഡിലുണ്ടല്ലേ, വൈഡ് ആംഗിൾ ഉണ്ട്, അതിന്റെ സൈഡിലുണ്ട്, മിററിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അല്ലാതെ എക്സ്ട്രാ ഒരു കോയിൻ മിറർ വെക്കേണ്ട ആവശ്യമില്ല ഇതിന്. ആ സൈഡ് വേണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്യൂ ഇല്ല. ബട്ട് എന്നാലും എനിക്കൊന്ന് ലെന്തിന്റെ ഇഷ്യൂ ആയിരിക്കാം. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു പേടി വരും, ആ ഒരു കാര്യമാണുള്ളത്. ഓക്കെ, പിന്നെ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റിങ്ങിന്റെ കംഫർട്ട്, കോ പാസഞ്ചർ എങ്ങനെയുണ്ട്, റിവേഴ്സിൽ ബാക്കിൽ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർ എന്ത് പറയാറുണ്ട്? വീട്ടിലങ്ങനെ അധികാരം ഇല്ല, ബട്ട് ഫാമിലി ട്രാവൽ കുറവാണ്. ഓക്കെ, മോസ്റ്റ്ലി മദറും ഞാനും ആണ് ഫ്രണ്ടിലിരിക്കുന്നത്. പിന്നെ 1-2 ഇൻസ്റ്റൻസിൽ ഞങ്ങൾ എറണാകുളം വരെ പോയിരുന്നു, ബാക്കിൽ ഫുൾ 5 പേരായിട്ട്. ആർക്കും യാതൊരു ഡിസ്കംഫോർട്ട് ഒന്നും തോന്നിയില്ല, സ്മൂത്ത് ആയിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം സിറ്റിയുമായിട്ട് ഹോണ്ട സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഇല്ല സ്പെക് വൈസ്. അല്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് ബെറ്റർ അല്ലേ? ബെറ്റർ ആണ്, പക്ഷേ സ്പെക് വൈസ് നോക്കുമ്പോൾ എനിക്കൊന്ന് അത് 168 ഇത് 170 അത്രയും മൈനർ ഡിഫറൻസേ ഉള്ളൂ. ബട്ട് അടി തട്ടുന്ന പ്രശ്നം ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. പുറകിലൊരു എലാൻട്ര വരുന്നു, അതിനെയും വേണമെങ്കിൽ കണക്കാക്കാമല്ലോ അല്ലേ? അതെ, ഇതിന്റെ കമ്പാരിസൺ ചെയ്യാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞത് ആ ഒരു ഡിസൈൻ എല്ലാം പെട്ടെന്ന് ഞാൻ ഗ്ലാസ്സിൽ മിററിൽ പെട്ടെന്ന് കണ്ടപ്പോഴേ. പിന്നെ AC നല്ല എഫക്റ്റീവ് ആണ്, ഡ്യുവൽ സോൺ AC ആണ്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പലർക്കും പ്രത്യേകിച്ച് എൻ്റെ കാര്യം എടുക്കുമ്പോൾ മദറിന് ഒരുപാട് കോൾഡ് പറ്റില്ല. മറ്റേ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ AC ഓഫ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതാകുമ്പോൾ പാസഞ്ചർ സൈഡിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ശരിക്കും എഫക്റ്റീവ് ആവുന്നുണ്ടോ? മീൻസ് ഒരേ ക്യാബിനല്ലേ, അവിടെ അപ്പുറത്തൊരു എഫക്റ്റീവ് ആവുന്നുണ്ട്. അത് ബ്ലോയർ ഒബ്വിയസ്ലി ഫാൻ കൺട്രോളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു, പക്ഷെ അങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്നു. അല്ല, 30 സെന്റിമീറ്ററിന് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു വേറൊരു ടെമ്പറേച്ചർ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ക്യാബിനിൽ ഒരു ആവറേജ് ടെമ്പറേച്ചർ ആയിരിക്കില്ലേ വരുന്നത്? അങ്ങനെ ടെക്നിക്കലി പറയാൻ അങ്ങനെ ആയിരിക്കാം വരുന്നത്, ബട്ട് അത്രയും ഡിഫറൻസ് ആയിട്ട് തോന്നിയില്ല. ഞാനിങ്ങനെ വേറെ യൂസേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്, കാരണം അവർക്ക് എങ്ങനെ അത് എഫക്റ്റീവായിട്ട് വരുന്നുണ്ടോ, നന്നാൾ എഫക്റ്റീവായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഉണ്ടല്ലേ? എഫക്റ്റീവായിട്ടുണ്ട്, ഉണ്ട്. ഓക്കെ, അതുപോലെ റിയറിലും AC വന്നിരിക്കുന്നു. AC യുടെ ഇങ്ങനെയുണ്ട് അതിന്റെ ഇത്രയും കുഴപ്പമൊന്നുമില്ല. ഇപ്പം
ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ നല്ല സമ്മർ ടൈം ആയിരുന്നല്ലോ. അപ്പോൾ ഹോട്ടായി, പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാബിൻ നല്ല ഹോട്ടായിട്ട് കിടക്കും. അപ്പോൾ മേ ബി ഒരു 2 minutes അല്ലെങ്കിൽ 1 minute വിൻഡോ തുറന്നിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ബ്ലോവർ മാത്രം ഇട്ടാൽ ഹോട്ട് എയർ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാകും. അത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. പലരും ചെയ്യുന്നത് കയറുമ്പോഴേ നേരെ AC ഇരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കുറച്ച് നേരം ഒന്ന് ഗ്ലാസോ അല്ലെങ്കിൽ ഡോർ ഒരു 10 സെക്കൻഡ് തുറന്നു വിട്ടാൽ തന്നെ കുറേ ചൂട് ഇത് അകത്തുള്ളത് അങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ ഓപ്പണാക്കി വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് ഓടിക്കുക. അതിന് ശേഷം മാത്രം AC യൂസ് ചെയ്യുക. അറിയാമെങ്കിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. AC-യുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഈ സർവീസ് ഹിസ്റ്ററിയിൽ AC-യുടെ വർക്ക്സ് എന്തെങ്കിലും ചെയ്തതായിട്ട് ഉണ്ടായിരുന്നു? AC-യുടെ ഈ പറഞ്ഞ കണക്ക് ഒന്നും ചെയ്തിട്ടില്ല. റുട്ടീനായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. AC ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ മേജറായിട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ എൻ്റെ കൈ കിട്ടിയ ശേഷം കണ്ടൻസർ അത് മാറ്റിയത്, അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മുമ്പേ പറഞ്ഞ ഇഷ്യൂവും അത് ബ്ലോക്കായി, ലൈക്ക് ഒരു ഗ്രീസോ പായലോ ഒക്കെ പോലെയൊക്കെ വരുമല്ലോ ഒരുപാട് വർഷം കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ ബ്ലോക്കായി എൻ്റെ ഫ്ലോ കറക്റ്റ് അല്ല. അതാണ് മെയിൻ ഫെയിലിയർ റീസൺ പറഞ്ഞത്. അത് മാറ്റാൻ ഒബ്വിയസ്ലി ഉപയോഗിക്കാതിരുന്നതും അല്ലെങ്കിൽ ഇത്രയും നാൾ ആയതുകൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഫ്രഞ്ച് അല്ലെങ്കിൽ യൂറോപ്യൻ വണ്ടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ് എല്ലാ കാര്യങ്ങളും അല്ലേ. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കണം. അത് ബേബി ഫാക്ടർ ആയിരിക്കും. എല്ലാം യൂസ് ചെയ്യണം. അല്ല യൂസ് ചെയ്യാതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കമ്പോണൻസിനും പെട്ടെന്ന് ഇഷ്യൂ വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനൊക്കെ. സെൻസർ ആണല്ലോ. അതെ, എല്ലാ സെൻസേഴ്സിൽ മാത്രം ഓടുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഇലക്ട്രോണിക്സ് കൂടുതൽ പറയാനുണ്ടോ വേറെ? ഇല്ല, അന്നത്തെ ടൈമിലുള്ള അത്യാവശ്യമുള്ള എല്ലാം ഉണ്ട്. പിന്നെ ഞാനും അങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, മൊബൈൽ കണക്ടിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. എനിക്കതങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇതല്ല, ഞാൻ അത്ര കൺസിഡറേഷൻ കൊടുക്കാറില്ല. ബേസിക് ആയിട്ടുള്ളത് നല്ലൊരു AC, പിന്നെ ഓട്ടോമാറ്റിക്, പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട്, ഇത്രയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ലോങ് പോയി നോക്കിയിട്ടില്ല. ലോറയുടെ ഡോക്ടർ ഓണർ പറഞ്ഞല്ലോ, പുള്ളി വർക്ക് ചെയ്യുന്നോ നോക്കിയിട്ടുണ്ട്. സെയിം തന്നെ മാനുവൽ മോഡും ഡ്രൈവിംഗില്, അതും അങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ സംഭവം എല്ലാം ഉണ്ട്. ഇത്ര മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതുപോലുള്ള വേറൊരു കാര്യമാണ് സസ്പെൻഷന്റെ കാര്യം. എങ്ങനെ തോന്നിയിട്ടുണ്ട് സസ്പെൻഷൻ? ഇപ്പം ഇത് കുറച്ച് വർക്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അതിൻ്റെതായ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഡ്രൈവിംഗ് കംഫർട്ടാണ്. ഇപ്പോൾ ഓടിക്കുമ്പോൾ അറിയാമല്ലോ. എനിക്ക് നല്ല ഫീഡ്ബാക്ക് ഫീൽ ചെയ്തു. മീൻസ് ബാഡ് റോഡ്സ് ഇല്ല, നമുക്ക് ബാഡ് റോഡ്സ് കിട്ടുന്നില്ല. നമുക്ക് അറിയാൻ പറ്റും. അതായത് ആ ഒരു പ്ലേ കറക്റ്റ് അറിയാൻ പറ്റും. സസ്പെൻഷന്റെ മാറ്റാറായ അല്ലെങ്കിൽ വർക്ക് ചെയ്യാറായ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് ഒബ്വിയസ്ലി ഫ്രഞ്ച് ടൈപ്പ് വണ്ടികളാണല്ലോ, ജർമ്മൻ, ഫ്രഞ്ച്, അങ്ങനെ എല്ലാ സസ്പെൻഷൻ ഇഷ്യൂ വരാറുണ്ട്. അതേപോലത്തെ ആയിട്ട് തോന്നിയിട്ടുള്ളൂ, വേറൊന്നും വന്നിട്ടില്ല. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ കീലെസ് എൻട്രി വന്നിട്ടുണ്ട് അല്ലേ? അതെ, കീലെസ് എൻട്രി ഉണ്ട്. നല്ല ഉപയോഗമാണ്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. അതെ, ചാർജിങ് പോർട്സ് എല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതെ, USB ഓക്സ് കണക്ടിവിറ്റി അതെല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രാക്ടിക്കാലിറ്റി ഓട്ടോമാറ്റിക് IRVMs ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം കാണാത്തൊരു ഐറ്റം ഉണ്ട്, CD പ്ലെയർ ഉണ്ട്. അതെനിക്കുണ്ട്. അതിനകത്തൊരു CD അന്ന് തൊട്ട് ഇപ്പോഴും കിടപ്പുണ്ട്, ഉപയോഗിക്കാറില്ല. ഇതും അത് തന്നപ്പോൾ ഒരു CD ഉണ്ടായിരുന്നു, അതിപ്പോ ഇതിനകത്തില്ല. അത് തന്നെയായിരുന്നു കിടന്നത്. നമ്മളങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, വണ്ടി കയറിയപ്പോൾ തന്നെ പറഞ്ഞതാണ് നമ്മള്, ഈ ഒരു ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. പൊതുവെ വണ്ടികളിൽ കാണാറില്ലാത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. എക്സ്ട്രാ ഒരു നെക്ക് ഫില്ലോ എന്തെങ്കിലും മേടിച്ച് വെക്കാറുണ്ട് സപ്പോർട്ടിന് വേണ്ടി. ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ്. ഭയങ്കര യൂസ് ആണ് ഇത്. നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണില്ല, ഞാൻ സൈഡിൽ നിന്ന് കാണിക്കാം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെഡ് റെസ്റ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, റിയറിൽ സൺബ്ലൈൻസ് വന്നിരിക്കുന്നത്. 2 പാസഞ്ചർ ഡോറിലും സൺബ്ലൈൻസ് ഉണ്ട്, പിന്നെ ബാക്കിലും ഉണ്ട്. ബാക്കിലത്തെ ഇതിലും മാനുവലാണ്, പക്ഷേ മാനുവലാണ്. ഓക്കെ, എനിവേസ് ഉണ്ടല്ലോ, യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന്റെ ക്വാളിറ്റി കണ്ടാൽ പുതിയതായിട്ട് വെച്ച പോലെ ഉണ്ട്. അതെ, ഇതുവരെയായിട്ടും ഇറങ്ങിയത് വണ്ടി മേടിച്ചപ്പോൾ തന്നെയാണ്, ഇതൊന്നും വന്നിട്ടില്ല. അതുപോലെ ബാക്കി പാർട്സിന്റെ ഒക്കെ ക്വാളിറ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നു? കവർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതെ, പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത്, അത് ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ ഫ്ലുവൻസിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഈ ഡോർ പാഡിലേക്ക് ഇതുണ്ടല്ലോ നമ്മുടെ, അതെനിക്ക് തോന്നുന്നു അവിടത്തെ ഗ്ലൂ എങ്ങാണ്ട് വെച്ച് ചെയ്തേക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ക്ലൈമറ്റിനെ യൂസ് ചെയ്യുന്നത് കുറച്ചാൾ വിട്ടു വരുന്നുണ്ട്. ബട്ട് ഇതിൽ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ റെയർ ഡോറിൽ കുറച്ചറിയാൻ പറ്റും. എന്റെ മാറ്റിയത് കേട്ടോ, എന്റെ മാറ്റി സീറ്റ് കവേഴ്സിന്റെ കൂടെ അതും മാറ്റി. കാരണം അത് കുറച്ചൊന്ന് മറ്റേ ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതെ, അത് വിട്ടു വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം. ബാക്കി സ്വിച്ചസിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം നല്ലതാണ്, ക്വാളിറ്റി വൈസും ഇതാണ്. പിന്നെ അങ്ങനെ വേറെ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. എഞ്ചിൻ വൈസോ കോലാഹലങ്ങളോ ശബ്ദങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല, അതെ,
ഒരു കാമൻ കോയറ്റ് എന്ന് പറയുന്നത് അതെ ഓടിച്ച് നടക്കാൻ പറ്റിയ നല്ലൊരു എഞ്ചിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ബാഡ് റോഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ അറിയാം, സസ്പെൻഷൻ ബാഡ് റോഡ് അടി അറിയുന്നുണ്ട് ചെറുതായിട്ട്. ആ ലെഫ്റ്റ് സൈഡിലാണോ? ഫ്രണ്ട് രണ്ടും ഉണ്ട്, രണ്ടും ടൈം ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സെഡാൻ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഉണ്ട് ഒരു അറിയാനുണ്ട്. ഓക്കെ, അത് അവർ പറഞ്ഞത് വണ്ടിക്ക് വെയിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ കൂടുതലായിട്ട് അറിയും. അത് വേറൊരു കാര്യം കേട്ടോ, നല്ല വെയിറ്റ്, നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് റെനോ ഫ്ലുവൻസ്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടും ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും പറയാനുള്ളത്. ഇവിടെ ലൈറ്റ് വിത്ത് മിറർ, അതെ രണ്ട് സൈഡിലും മിറർ ലൈറ്റ് നല്ല യൂസ്ഫുൾ ഫീച്ചറാണ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ക്യാബിൻ ലൈറ്റ്സ് എല്ലാം നല്ല ബ്രൈറ്റ് ആണ്. ഓക്കെ, അവിടെ ഉണ്ട് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്, അതെ ഫുൾ ഉണ്ട്. പിന്നെ ഡോറിന്റെ അവിടെയും ലൈറ്റ് ഉണ്ട്. ഡോർ ഓപ്പൺ നൈറ്റ് ആകുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട്. നല്ല വെട്ടമുണ്ട്. അപ്പൊ അതൊക്കെ യൂസ്ഫുൾ ആണ്. നമ്മള് അധികം ലൈറ്റ് ഇല്ലാത്തടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഫുൾ ലൈറ്റ് അറിയാൻ പറ്റും. എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 വരുന്നുണ്ട്. ഫ്രണ്ട് ഡ്യുവൽ ഉണ്ട്, പിന്നെ സീറ്റിൽ ഓരോന്ന് വീതം, ഡ്രൈവർ പാസഞ്ചർ വരുന്നുണ്ട്. അതുപോലെ സ്പീക്കേഴ്സിന്റെ കാര്യമോ? സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് ബ്രൗഷറിൽ ബോസിന്റെ ബ്രാൻഡിങ് ഉണ്ട്, ബട്ട് ഇതിൽ സാധാരണ അങ്ങനെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു കേട്ടത് പല കമ്പനീസും കൊളാബ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതിന്റെ ആകാമെന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് മ്യൂസിക് കേട്ട് പോകുന്ന ഒരാളല്ല. ബാഡ്ജിങ്ങോടെ വെക്കണമെങ്കിൽ ഇത്ര കോടിയുടെ വേണമെന്ന് അവർ പറഞ്ഞു കാണും. അതെ, അതുകൊണ്ട് ബാഡ്ജിങ് ഇല്ലാതെ വെച്ചാണ്. ബട്ട് എന്നാലും കൊള്ളാം, യൂസ്ഫുൾ ആണ്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം നല്ലതാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണേ ഉള്ളൂ യൂസ് ചെയ്യാനായിട്ട്. അത് ബ്രോഡ് ഡസ്റ്ററിൽ പറഞ്ഞ കണക്ക് തന്നെ ആയിരിക്കാം, ഞാൻ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പക്ഷേ കയറുമ്പോൾ കണക്ട് ഓട്ടോമാറ്റിക് കണക്ട് ആകുമ്പോൾ ഇറങ്ങുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെയർ ചെയ്യണമെങ്കിൽ പെയർ ചെയ്യുന്ന ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ സ്ക്രീൻ തീരെ ചെറുതാണ്, അപ്പൊ നമ്മൾ അതിനകത്ത് നോക്കി എല്ലാ ഓപ്ഷനും കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഒരു ഇൻഫർടൈൻമെന്റ് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഏത് പാർട്ടായിരിക്കും ഇവിടെ ആയിരിക്കും ഇത് വെക്കാൻ പറ്റുന്നത് മനസ്സിലാവുന്നില്ല. ഇവിടെ ആയിരിക്കും വെക്കുന്നത്, അത് മാറ്റിയിട്ടായിരിക്കും അങ്ങനെ വെക്കുമായിരിക്കും അല്ലേ? ആക്ച്വലി ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് ഫ്ലുവൻസിന്റെ, ബട്ട് ഇവിടെ ഒന്നും ഉള്ളതല്ല, റഷ്യൻ ഗ്രൂപ്പാണ്. തപ്പിയിട്ട് അത് കിട്ടിയത്, ബട്ട് അതിനകത്ത് എല്ലാം ചെയ്യുന്നുണ്ട് അവർ. അപ്പൊ അതിൽ ഇത് മാറ്റിയതെല്ലാം എല്ലാവരും മാറ്റിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഇപ്പോഴും വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, സെയിലുണ്ട്, പുതിയ മോഡൽസ് ഉണ്ട് അതെ ഫ്ലുവൻസിന്റെ. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചുള്ള മോഡൽസ് ഉണ്ട്. കൊണ്ടുപോവാ കുറച്ച് സെഡാൻസ് ഒക്കെ ആയിട്ട്. ഒബ്വിയസ്ലി വന്നത് നല്ല ഇതായിരുന്നു തന്നെ, നല്ല വണ്ടിയാണല്ലോ. നല്ല വണ്ടിയായിരുന്നു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇത്ര നേരം പോസിറ്റീവ് കേട്ടില്ലേ, അപ്പോൾ നമുക്കിനി കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഇന്ന് ഫ്ലുവൻസിൻ്റെ ചോദിക്കാൻ. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ പ്രൈസ് വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനുള്ള സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. സോ അതൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ, ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് അറിയേണ്ടത് സജഷൻസ്, പുതിയൊരാൾ എടുക്കാനുള്ള സജഷൻസ്. അതിന് മുന്നേ നമുക്ക് നെഗറ്റീവ്സ് തന്നെ ചോദിക്കാം. റെനോ ഫ്ലുവൻസ് ഇത്രയും നാൾ 1.5 വർഷം യൂസ് ചെയ്തു, യൂസ്ഡാണ് എടുത്തത്, ഫസ്റ്റ് ഓണറിൻ്റെ തന്നെ വണ്ടി കിട്ടി. അതെ. അപ്പം ഫേസ് ചെയ്യേണ്ടി വന്ന നെഗറ്റീവ്സ് എന്തൊക്കെ, അല്ലെങ്കിൽ ഫേസ് വരാൻ സാധ്യതയുള്ള നെഗറ്റീവ്സ് എന്തൊക്കെ? നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തന്നെ ഇതിൻ്റെ ലെന്താണ്. ഇപ്പോൾ പാർക്കിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ യൂസ്ഡ് ആവണം. അതെ, അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ ഇപ്പോൾ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡ്രോബാക്ക് നല്ലപോലെ ഉണ്ട്. സെൻസർ ഉണ്ട്, പക്ഷേ നമുക്ക് ഫ്രണ്ട് സൈഡ് പിന്നെ അറിയാം, ബാക്ക് സൈഡ് ഒട്ടും അറിയില്ല. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. പലയിടത്തും ഒറ്റയ്ക്കാണെങ്കിൽ ഒരാളുടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് സൈഡ് പറയാം. സിറ്റി യൂസ് ചെയ്തിട്ട് സിറ്റി ഡ്രൈവിംഗ് ഇഷ്യൂ ഇല്ല. അല്ല, സിറ്റി മീൻസ് ഹോണ്ട സിറ്റിനെക്കാട്ടിൽ ബുദ്ധിമുട്ടാണോ ഇത്? ഹോണ്ട സിറ്റി ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. മേ ബി ഇതിൻ്റെ ഒരു അറിയില്ല, പ്ലാറ്റ്ഫോം അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വ്യൂബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കാം, എനിക്ക് അങ്ങനെ തോന്നിയത്. അതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ CVT ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ നമ്മളിപ്പോൾ ഡ്രൈവ് മോഡ് ഇട്ടേക്കുവാണെങ്കിൽ ചെറിയൊരു വൈബ്രേഷൻ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് ഞാൻ വീട്ടിൽ ന്യൂട്രലിൽ ഇടാറാണ് പതിവ്. അപ്പോൾ നമുക്കൊരു കംഫർട്ട് അത്ര തോന്നില്ല. അപ്പോൾ അതെനിക്കൊന്ന് കൂടുതൽ മൈലേജിൻ്റെയും ഡ്രോപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ്, അത് കറക്റ്റ് ആണോന്നില്ല, എനിക്കറിയില്ല. അതെനിക്കങ്ങനെ തോന്നി. അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം പെട്ടെന്ന് നമ്മൾ ഡ്രൈവ് മാറ്റി പിന്നെ ന്യൂട്രലിട്ട് ഡ്രൈവ് മാറ്റി ആ ഒരു ഇത് വരും. AMT പക്ഷേ നെക്സോൺ യൂസ് ചെയ്തപ്പോൾ AMT ആയിരുന്നു, അതിലങ്ങനെ ഇഷ്യൂ ഇല്ല. എഞ്ചിൻ്റെ പവർ കൂടിയോണ്ടായിരിക്കാം, എനിക്കറിയില്ല, ആ ഡിഫറൻസ് ആയിരിക്കാം. അതാണ് രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടോ? അതോ ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട് അങ്ങനെ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും, എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ടായിരിക്കാം, എല്ലാവർക്കും മാറുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ആവാം. അതൊന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഗ്ലൗ ബോക്സ് എന്ന് പറഞ്ഞ പേരിനേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. തുറന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ
ചെറുതെന്തെങ്കിലും വെക്കാനേ പറ്റും. ഓക്കെ. അല്ലാതെ ബാക്കി സ്പേസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ബുക്ക് പേപ്പേഴ്സ് ഒക്കെ വെക്കാം, വണ്ടിയുടെ ബുക്ക് പേപ്പർ വെച്ചാലും ടൈറ്റ് ആണ്. ആഹാ. കാര്യം കറക്റ്റ് ആ രീതിയിൽ കയറ്റി വെച്ചിട്ടില്ലെങ്കിൽ ക്ലോസ് ആവില്ല. ഓക്കെ. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി. അതുപോലെ ഡോർ പാഡയിലുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെയോ? ഇപ്പോൾ കുഴപ്പമില്ല, 1 ലിറ്റർ ബോട്ടിലൊക്കെ ഹോൾഡ് ചെയ്യാൻ കുഴപ്പമില്ല, ചരിച്ച് വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതുവരെയായിട്ട് ഫുള്ളി അങ്ങനെ ലോഡ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരുപാട് അങ്ങനെ പറയാനും അറിയില്ല. മോസ്റ്റ്ലി സിറ്റി ഡ്രൈവിംഗ് ആണല്ലോ ചെയ്യുന്നത്, അതിൻ്റെ ലിമിറ്റേഷൻ അറിയാം. ഹൈവേയിൽ അങ്ങനെ പോവുമെങ്കിലും ഹൈവേയിൽ പക്ഷേ ആക്ച്വലി കാർ നീറ്റാണ്. കാര്യം സ്റ്റെബിലിറ്റി അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നല്ലതായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈവേയിൽ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലാണ് കൂടുതൽ. അപ്പോൾ ലോങ് ഡ്രൈവ്സ് പോകാനുള്ളവർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ലോങ് ഡ്രൈവ്സ് നല്ലതാണ്. നമ്മുടെ നാട്ടിലെ റോഡ് ഒരു ഫാക്ടറാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പം ബാംഗ്ലൂർ അങ്ങോട്ട് അല്ലെങ്കിൽ ചെന്നൈ അവിടേക്കുള്ളവർക്ക് അവിടുത്തെ റോഡ്സ് ഒക്കെ ആണെങ്കിലും നല്ല കംഫർട്ട് ആയിരിക്കും. നമുക്ക് ഈ പറഞ്ഞ 30-40 കഴിയുമ്പോൾ തന്നെ അടുത്ത വണ്ടി വരും, ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അങ്ങനെ ഇഷ്യൂസ് വരും. അതൊരു ഡിസ്കംഫർട്ടാണ്. കയറി വരുമ്പോഴത്തേക്ക് ആരെങ്കിലും സൈഡ് കൊണ്ട് നമ്മൾ ചവിട്ടി നിർത്തണം, പിന്നെ ഇങ്ങനെ കയറി വരണം. CVT-യുടെ ഒരു ഫാക്ടറാണ്, അത് വലിയൊരു ഫാക്ടറാണത്. പിന്നെ ഈ വണ്ടിയുടെ വിട്ടും കുറച്ച് കൂടുതലാന്ന് തോന്നുന്നു. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല. ഇപ്പോൾ ഒരു ബൈക്ക് പോകാന്നുണ്ടെങ്കിൽ ചിലപ്പം 2 വേ ട്രാഫിക്കുള്ള റോഡിലാണെങ്കിൽ നമ്മൾ കയറി പോകണമെങ്കിൽ നമ്മൾ തട്ടില്ലേ അങ്ങനെ ഒരു ഇത് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി എല്ലാവർക്കും അതിന്റെ കാരണമൊന്നുമില്ല, അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. വേറെ ഫ്ലുവൻസ് യൂസേഴ്സിന് ഇതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നു താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതെ, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഈ പറഞ്ഞ കണക്ക് ഫ്ലുവൻസ് യൂസേഴ്സ് അങ്ങനെ പറയാനായിട്ടും അധികം ആരും ഇല്ല. ആരെങ്കിലും ഉണ്ടോ അറിയാമെന്നവരുണ്ടോ? ഞാൻ ബൈ ചാൻസ് കൊല്ലത്ത് തന്നെ ഒരാളെ കണ്ടു, പക്ഷെ പുള്ളി ഡീസലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഡൈനാമിക്സ് ആണ്, മൈലേജ് വൈസ് അല്ല. കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ കണ്ടോളൂ, അല്ലാതെ വേറെ ആരും കണ്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ കുറേ നോക്കി, വാട്സാപ്പ് നെക്സോണ്ടൊക്കെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ഫേസ് ചെയ്ത ഒരു ബുദ്ധിമുട്ട്. ഓക്കെ. പിന്നെ അതുപോലെ വേറെ കാര്യം, പാർട്സ് അവൈലബിലിറ്റി ഇഷ്യൂസ് വരാൻ മീൻസ് എന്തെങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഡസ്റ്ററിൻ്റെ ഇന്നർ ലോക്ക് പോയായിരുന്നു. ഓക്കെ. അപ്പോൾ ആ ലോക്കിന് എനിക്ക് 3 മാസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അകത്തൊന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല, ഷോറൂമിൽ ഓർഡർ കൊടുത്തിട്ട്. അപ്പം അങ്ങനെ എനിക്ക് ഈ പറഞ്ഞ നേരത്തെ ഉള്ള കസ്റ്റമർ ഫുള്ളി മെയിൻറ്റെയിൻ ആയതുകൊണ്ട് അങ്ങനെ ഇഷ്യൂ വന്നിട്ടില്ല. പിന്നെ എനിക്ക് വന്നത് റീസെന്റ്, നമ്മളന്ന് ആദ്യം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ ദിവസം രാവിലെ എടുത്തപ്പോൾ AC-യുടെ കണ്ടൻസർ പോയി. അങ്ങനെയാണ് നമ്മുടെ ഷൂട്ട് കണ്ടൻസർ ഇഷ്യൂ വന്നു. അപ്പോൾ അത് പിന്നെ ഷോറൂമിൽ കാണിച്ചു, അപ്പോൾ ഡയഗ്നോസ് ചെയ്തു. പക്ഷേ എനിക്ക് പാർട്സ് വരാൻ ഒരു 2 വീക്സിനകത്ത് എത്തി റീപ്ലേസ് ചെയ്ത് തന്നു, വേറെ ഇഷ്യൂ ഒന്നും വന്നില്ല. അപ്പോൾ ഫ്ലുവൻസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നം വരാനില്ല, വളരെ പ്രശ്നമില്ല. പിന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർട്സ് ഒക്കെ ഡസ്റ്ററിന്റെ ആണെന്ന് തോന്നുന്നു, കുറേ ഇത് പറയുന്നത് കേട്ടോ. അതെ, വലിയ ഐഡിയ. പിന്നെ നിസാന്റെയും എന്തൊക്കെയോ കണ്ടു ഞാൻ ബോണത്തിനകത്ത്. എനിക്കൊന്ന് പാർട്സ് സെയിം ആണെന്ന് തോന്നുന്നല്ലേ. റെനോയും നിസാനും ഏകദേശം പറയാമല്ലോ, പക്ഷേ ഇതിന് കോമ്പറ്റേറ്റർ ആയിട്ട് നിസാൻ ഇല്ല. ഇത് ഇറങ്ങിയ ടൈമിൽ ഞാൻ ടീം BHP സൈറ്റിലാണ് കണ്ടത്. അപ്പോൾ അന്ന് കോമ്പറ്റേറ്റർ പറയുന്നത് ക്രൂസ് ഉണ്ട്, പിന്നെ ഒക്ടേവിയ, സിവിക്കും, ഇത് 3ആയിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. പിന്നെ ഓൺലൈൻ ആയാലും റിവ്യൂസ് എന്ന് പറഞ്ഞാൽ അധികം ഇല്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇപ്പം നിനക്ക് 10-12 വർഷം മുന്നേ ഉള്ള റിവ്യൂ ഉള്ളൂ, വേറെ എങ്ങനെ ആരും. പിന്നെ 1-2 ഉണ്ട്, പക്ഷെ അത് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഇത് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എടുക്കുക. ഫ്ലുവൻസിന്റെ ഫസ്റ്റ് യൂസർ റിവ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അതുമായിരിക്കാം. അതെ, ഓക്കെ. എനിവേസ് അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡീൽ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൈസിൻ്റെ പെർസ്പെക്റ്റീവ് അല്ല ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ EV കാറുകൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഇതൊരു ലോങ് ഡ്രൈവ് കാറായിട്ടും EV കാർ ഒരെണ്ണം സിറ്റി കാറായിട്ട് യൂസ് ചെയ്യാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. നോക്കുന്നെങ്കിൽ ടാറ്റയുടെ തന്നെ ടിയാഗോ ഉണ്ട്. അതാണ് ചോദിക്കാൻ വന്നത്, ഏതിലോട്ടായിരിക്കും നോക്കാൻ? ടാറ്റ തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ടാറ്റ ഉപയോഗിച്ചിട്ട് EV എന്നുള്ളത് ടാറ്റയിലാണ് വിശ്വാസം? ഒന്നാമത്തെ ടാറ്റയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ സർവീസ് എല്ലാം കണക്കാണ്. അപ്പോൾ അത് എനിക്കിതായിട്ടും ഭാഗ്യത്തിന് 4 വർഷം നെക്സോൺ യൂസ് ചെയ്തു, സർവീസ് ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ നിനക്ക് പറയാറുണ്ട് നല്ല സർവീസ് അവർക്ക് കിട്ടുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തന്നെ ഡിലേ വന്നപ്പോൾ അവർ നേരിട്ട് വിളിച്ച് സോറി പറഞ്ഞു. ഒരിക്കൽ മുത്തൂറ്റാറ്റെന്നായിരുന്നു എടുത്തിരുന്നത് കൊല്ലം. അപ്പോൾ അവർ വിളിച്ച് 2 ദിവസം ഒന്നും 4 ദിവസം എടുത്തു. അപ്പോൾ അവർ സോറി സാർ, വർക്കറിൻ്റെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂ ഉണ്ടാകുന്ന പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. അഡ്രസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതും ഇതായിരുന്നു, കൂളൻ്റ് ലീക്ക് വന്നതാണ്. അപ്പോൾ ഹൈവേ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ രാത്രി 1 മണിക്കാണ്. അപ്പോൾ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവർ വന്നു, അപ്പോൾ തന്നെ കൊണ്ടുപോയി. യാതൊരു ഇഷ്യൂ ഇല്ല, ഹാഫ് ആൻ അവറിൽ വന്നു. അതുകൊണ്ട് തന്നെ ടാറ്റയിലോട്ട് പോകുന്നത്. പിന്നെ സേഫ്റ്റി ഉണ്ട്. ടിയാഗോ ആണ് നോക്കുന്നത്. പിന്നെ അഫോർഡബിൾ ടിയാഗോ ആണല്ലോ, ഒരു 11.12 lakhsൽ നിൽക്കും. ബേസ് മോഡൽ. പക്ഷേ അതിലും താന്നാണ് ബേസ്. പക്ഷേ ഇതല്ലേ ലോ റേഞ്ച് അല്ലേ, സിറ്റി യൂസ് ആണെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഒരു നമുക്കിപ്പോൾ ബേസിക്കലി AC അങ്ങനെ വേണം, ഇൻഫോർടൈൻമെന്റ് ഒക്കെ പിന്നെ വെച്ചാൽ മതിയല്ലോ. റേഞ്ച് കുറവായിരിക്കും, അതിന്റെ ആവശ്യമുള്ളെങ്കിൽ അതും പക്ഷേ അറൗണ്ട് 150 മിനിമം കിട്ടും. ആവശ്യമുള്ളൂ.
ഓക്കെ, അത് മതി എന്നുണ്ടെങ്കിൽ ഓക്കെയാ. അത് മതി. ലോങ് എന്തായാലും ഒബിയസ്ലി പോകാൻ പറ്റില്ലല്ലോ. പോകുന്നില്ല. ഓക്കെ, ലോങ് പോകണമെങ്കിൽ നമ്മൾ നെക്സോൺ അല്ലെങ്കിൽ MGയുടെ എന്തെങ്കിലും അങ്ങനത്തെ കാറുകളോ അതൊക്കെ 20+ ആണ് റേഞ്ച് വരുന്നത്. അതൊന്നും പറ്റില്ല. 10 lakhs-നകത്താണെങ്കിൽ നമ്മൾ ലോണും കൂടി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ടാറ്റയുടെ EV ഇതും സുഖമായിട്ട് അഫോർഡ് ചെയ്യാം. ഓക്കെ, വിത്ത് ഇതിൻ്റെ സർവീസ് കൂടി. അതെ. ഓക്കെ, എനിവേയ്സ് നല്ലൊരു കാര്യമായിരുന്നു. യൂസ്ഡ് കാർസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഫ്ലുവൻസ് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഉള്ള നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സെഡാൻസ് നോക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഇത് എന്നാണ് അഭിപ്രായം. അതിൻ്റെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാം പെർഫോമൻസ് എന്ന് പറയുമ്പോഴും ഞാൻ അങ്ങനെ ഓടിച്ച് പറയാൻ പെർഫോമൻസ് എന്ന് വലിയ പെർഫോമൻസ് അല്ല പറഞ്ഞത് എങ്കിലും, അല്ല അങ്ങനെ ആണെങ്കിൽ പോലും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെ ഓടിക്കാറില്ല. ഞാൻ പെർഫോമൻസ് അധികം യൂസ് ചെയ്യാറില്ല. പലരും എടുക്കുന്നവർ ഇപ്പം സെഡാൻ ടോപ്പിൻ്റെ എടുക്കുന്നവരെല്ലാം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പം അങ്ങനെ പറയാൻ എനിക്ക് ആദ്യമായിട്ട് പറയാൻ അറിയില്ല. ഓടിക്കുന്ന വണ്ടി ഏതാ അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അങ്ങനെയുള്ള അല്ലാതെ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും കുറേ കാര്യങ്ങൾ നമ്മൾ വണ്ടിയെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ അറിയാം. ഇപ്പം നെക്സോണിനെ പറ്റി അറിയാം, ഇപ്പോൾ ഫ്ലുവൻസ് അതിനെ പറ്റി അറിയാം. വേറെ കാറിനെ ചോദിച്ചാലും മേ ബി പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ല എനിക്കറിയില്ല. എന്തായാലും അത് മതി, നമ്മൾ സ്വന്തം വണ്ടിയെ പറ്റി ഇറങ്ങിയാൽ ഒബ്വിയസ്ലി അതെ, ഉള്ളത് നോക്കിക്കൊണ്ട് നടക്കുക, അത്രേ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. ഓക്കെ ബ്രോ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു. ഫ്ലുവൻസിൻ്റെ റിവ്യൂ യൂസർ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിൽ ഇല്ല എന്നാണ് തോന്നുന്നത്, ഉണ്ടോയെന്നറിയില്ല. നമ്മൾ തന്നെ പലപ്പോഴായിട്ട് 2 പ്രാവശ്യം ഷൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു, ആ ഡേ നടന്നില്ല. 3-4 months ആയിട്ടുണ്ടല്ലേ പ്ലാൻ ചെയ്ത്, അതിന് മുകളിലായെന്ന് തോന്നുന്നു. അതിന് മുകളിലായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോ പലർക്കും യൂസ്ഫുൾ ആയേക്കാം. ഫ്ലുവൻസ് എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ വേറെ വണ്ടി കൺസിഡർ ചെയ്യുന്നവർക്കും പല കാര്യങ്ങളും ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വെറൈറ്റി കാർസും വെറൈറ്റി കണ്ടൻസും നോർമൽ കാർസിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ വണ്ടി യൂസർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അബൌട്ട്സിൽ നോക്കി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും